പടം ചെയ്യുമ്പോൾ അത് എനിക്ക് സിനിമകൾക്കും കുറച്ച് റിവ്യൂവേഴ്സിനും പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പടം ചെയ്തിട്ട് കാര്യം അത് കാണുമ്പോൾ ഒരു പടം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിന്തകളുണ്ട്. നന്നായി വന്നാൽ ചെയ്യും, നമ്മളൊക്കെ ചെയ്യാതിരിക്കുന്ന ഏറ്റവും നല്ലതെന്ന് വിചാരിക്കും. എന്നാലും ആലോചനകളൊക്കെയാണ്. ഇനിയിപ്പം അടുത്ത മാസം ഒരു സിനിമയുടെ സീരീസ് ഉണ്ട്. എൻ്റെ ഒരു ഒന്നാമത്തെ നിലയിൽ ആഴ്ചയാണ് ഫ്ലാറ്റിൻ്റെ ഫൈനൽ കഴിഞ്ഞാൽ സിനിമയുടെ പരിപാടിയിൽ ഞാൻ ഇറങ്ങണമെന്നുള്ളതാണ്. പക്ഷെ ഭയങ്കര കൺഫ്യൂഷൻ വരുന്നത് പല ബിസിനസ്സും സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നു, പല പടങ്ങളും കച്ചവടം നടക്കാതെ മാറും. നമ്മൾ ഈ ഒരു സാധനം ചെയ്ത് വയ്ക്കുമ്പോൾ ഇത് എന്തിനു ചെയ്യണമെന്നൊരു ചോദ്യമുണ്ടാകും. ഞാൻ നാലോടെ തമാശയ്ക്ക് ചോദിച്ചു, നീ എൻ്റെ സിനിമയെ കൂടെ കണ്ടിട്ടേ മരിക്കത്തുള്ളൂ. കഴിഞ്ഞ വർഷം 250 സിനിമ ഇറങ്ങി, ഇതൊന്നും കണ്ടിട്ടില്ല. ഒരാളോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പം നമ്മളൊരു സിനിമ ഇനി ചെയ്യണമെങ്കിൽ അത് ഒന്നുകിൽ അത് പൂർണ്ണ ഏതെങ്കിലും എന്നെ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്നില്ല. രണ്ടും കൂടെ ഉള്ള ആലോചനകളിലും സീരിയസ് ചർച്ചകളിലും തുടങ്ങി കഴിഞ്ഞു. സിനിമ പ്രേമി എന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്രേമത്തിന്റെ ട്രെയിലറൊക്കെ ഇന്നലെ വന്നായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് അതിന്റെ ഒരു സിനിമയെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ നമ്മളിനി ചെറുതാകത്തേ ഉള്ളത്. ആക്ച്വലി അദ്ദേഹത്തിന്റെ അപ്ഡേറ്റ്, അദ്ദേഹം കാര്യങ്ങൾ ഇപ്പോഴും നോക്കിക്കാണുന്ന രീതിയിൽ, ഇപ്പോഴൊരു നടൻ എന്ന നിലയിൽ ഈ അഭിനയത്തോടുള്ള തരം ആർത്തി, വ്യത്യസ്തതകൾ തേടിയുള്ള ഒരു വലച്ച്. ഞാൻ ഖത്തറിന്റെ മുന്നത്തെ ഫാൻസിന്റെ അവിടുത്തെ പ്രോഗ്രാം ഞായറാഴ്ച ഞാനാണ്. അപ്പം ഞാൻ അവരോടും പറഞ്ഞത് ഇന്നേ കാലഘട്ടത്തിൽ ഇപ്പോൾ മലയാളത്തിലെ നമ്മുടെ മഹാനടനൊന്നും അല്ല, ഏറ്റവും നമുക്ക് യുവാക്കൾക്ക് മാതൃകയാക്കാൻ പറ്റും. എല്ലാ കാലത്തും മാതൃകയാക്കാൻ പറ്റുന്നത് നമുക്ക് തന്നെ അത്ര അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റൂ. ഞാനിപ്പോഴും നമുക്ക് 80കളെ കുറിച്ച് സംസാരിക്കുന്ന കാര്യമാണ്. 90കളിൽ അന്ന് അങ്ങനെ സിനിമയായത് എന്തായാലും ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ കൊണ്ടാണ് നിങ്ങൾ എൻ്റെ വേണ്ടി ഇത് കോടാക്കും ഫിലിമും ഒക്കെ കത്തിയുന്നൊരു കാലം. അപ്പം അങ്ങനെ കാലം ഇങ്ങനെ മാറി. അംബാസഡർ കാറുകൾ ഒരു കാലത്തിൻ്റെ നിരത്തിലുള്ള സ്മാർട്ട് കാറുകൾ, ഇലക്ട്രിക് വാഹനങ്ങളായിരുന്നു. അത് മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് എപ്പോഴും സക്സസ്. കാലത്തെ മുൻകൂട്ടി കണ്ട് ഇന്നേ പ്രവർത്തിക്കും. അത്തരത്തിൽ നമുക്ക് രജനിതാണ് ഒരു പുലിയാണ്, ഭയങ്കര അപ്ഡേറ്റാണ്. ഞാൻ അക്കാര്യത്തിൽ എനിക്ക് ഭയങ്കര ആരാധനയുണ്ട്. പ്രമേയവും അല്ല, അതിൻ്റെ ഓരോ സിനിമകളിലും സ്വീകരിക്കുന്ന സമീപനമൊക്കെ അത്ഭുതകരമായിട്ടുള്ള സമീപനങ്ങളാണ്. എനിക്ക് പലപ്പോഴും ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ താരത്തിൽ നിന്ന്, അദ്ദേഹത്തിൽ നിന്നൊരു നടനെ കണ്ടിട്ട് കുറേ നാളായി. ഇപ്പം ഈ മലക്കോട്ടെ വലിയത് ഭയങ്കര അത്ഭുതം തോന്നി. അദ്ദേഹം ആ പ്രായത്തിൽ എടുത്തേക്കുന്ന എഫേർട്ട്, ലാലേട്ടൻ എടുക്കുന്ന എഫേർട്ട് നമുക്ക് അത്ഭുതം തോന്നി. പക്ഷേ സ്ക്രീനിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ ആ ഒരു എഫേർട്ട് കാണാൻ പറ്റാതെ. അപ്പോൾ ആ മനുഷ്യൻ കൊടുത്ത എഫേർട്ട് പ്രേക്ഷകർക്കിടയിൽ വരാത്തപ്പോൾ എഫേർട്ടുകൾക്ക് വിലയില്ലതാണ്. മമ്മൂക്കയെ സംബന്ധിച്ച് വളരെ ബുദ്ധിപരമായിട്ട് എഫേർട്ടുകൾ ഒരേപോലെ തന്നെ ചർച്ച ചെയ്യിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും. ഇവിടുത്തെ ലാലേട്ടനെ അനാവശ്യമായിട്ട് വന്നിട്ട് റോളിക്കൊണ്ടിരിക്കും. ഈ രണ്ടുപേരും മലയാളികൾക്ക് ഏത് കാലഘട്ടത്തിലും ബഹുമാനിക്കാൻ പറ്റുന്നവർക്ക് അത് എത്ര ഫാൻസ് മുൻകൂട്ട് അടിച്ചാൽ രണ്ടുപേരും ഉള്ളിൻ്റെ ഉള്ളിൽ അംഗീകരിക്കും. മമ്മൂക്കി വെച്ചൊരു പടം ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ അഖിൽമാരാർ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ പോയി നമ്മളൊരു കഥ പറയുമ്പോൾ ഞാൻ മുമ്പ് ആൻഡോ ചേട്ടൻ്റെ ഒരു സബ്ജക്റ്റ് പറഞ്ഞില്ല. എനിക്ക് മമ്മൂക്ക ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടേക്കും അറിയില്ല, കേട്ടിട്ടുണ്ടോന്നും അറിയില്ല. നമുക്ക് എനിക്ക് മെസ്സേജ് അയച്ചാണ്. ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് എനിക്ക് ബെസ്റ്റ് വിഷസ് ഒക്കെ അയച്ചു. ഞാൻ ഇടയ്ക്ക് മെസ്സേജ് അയച്ചു. ലാലത്തിൻ്റെ പടം വന്ന സമയത്താണ് ഞാൻ പ്രൊമോഷൻ ചെയ്യേണ്ട കാര്യത്തിൻ്റെ മറുപടി ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റുന്നൊരു കഥകൾ നമ്മൾ നന്നായി പറയുന്നതൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്ത് പ്രതിഫലിപ്പിക്കാനുള്ള അത്രയും വലിയ ഡയറക്ടറൊക്കെ ഞാൻ ആയോ ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ കേൾക്കുകയാണ്. എന്നാലും ചെയ്യണം. എല്ലാവരും ആശംസിക്കും. 50 കേരളം